ഹൃദയഹാരിയായ പ്രണയകഥ. അതെ, ആ പ്രണയകഥയിലെ നായകനും നായികയുമാണ് പ്രിയപ്പെട്ടവരെ എനിക്കൊപ്പം നിൽക്കുന്നത്. നായകൻ്റെ പേര് സുരേഷൻ, നായികയുടെ പേര് സുമലത. സുരേഷനും സുമലതയും തമ്മിലുള്ള പ്രണയം, അത് നാം വിട്ട കഥ നമ്മൾ കണ്ടു. ഇനി ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ദിവസം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? അത് ഇത് പിന്നെ 110 ദിവസം. 110 ദിവസം എടുത്ത സിനിമയാണോ? ചെറിയൊരു സിനിമയാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് നമ്മൾ. അത് വലുതായിപ്പോയി. ഞാൻ സുരേഷിന് ഇത്രയും വലുതായിട്ട് പ്രേമിക്കുന്നു ഞാൻ അറിഞ്ഞില്ല. ആണല്ലേ? മൊത്തത്തിൽ ഈ ഇന്നത്താൻ കേസുകൂടി സിനിമയിലെ നിങ്ങളുടെ പ്രണയത്തിന്റെ ഒരു ഫീലാണോ ആ സിനിമയിലുടനീളം ട്രീറ്റ് ചെയ്തേക്കുന്നത്? അതെ, കണ്ടിരിക്കുന്ന പ്രണയത്തിന്റെ കുറച്ചും കൂടി വലിയ ലെങ്തിലുള്ള കാഴ്ചയായിരിക്കും. എങ്ങനെയുണ്ട് സുമലതയെ ഈ ഇന്നത്താൻ കേസുകൂടിന് ശേഷം പ്രണയിക്കുമ്പോൾ സുമലതയുടെ ആ പ്രണയഭാവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിലൊരു പ്രണയജീവിയാണോ അദ്ദേഹം? പിന്നെ സുമലതയോ? സുമലത ഫണ്ണാണ്. സുമലത അടിപൊളി ഫണ്ണ. അടിപൊളി ഫണ്ണ. പിന്നെ സുമലത ഭയങ്കര ബോൾഡാണ്. പിന്നെ നിലപാടൊക്കെ ഉള്ള ആളാണ്. സിനിമയിൽ നിലപാടൊക്കെ ഉണ്ട്. സിനിമയിൽ നിലപാടൊക്കെ ഉണ്ട്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പിന്നെ അവിടെ നിൽക്കട്ടെ. അതെ, സിനിമയിൽ അത് വരുന്നുണ്ടോ? അത് ആ ഭാഗമൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് പരിപാടികളാണ്. അതെ അതെ അതെ, അതാണ് പ്രേക്ഷകർ കാണേണ്ടത്. ഇന്ന് 10 മണിക്ക് നമ്മൾ തുടങ്ങും അല്ലേ? സിനിമ തുടങ്ങുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. അത് സസ്പെൻസ് ആണെന്ന് പറഞ്ഞ പിന്നെ നേരത്തെ ചോദിച്ചു സിനിമ ആണെന്ന് എന്തിനാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ വാർത്ത വായിക്കുന്ന ഇഷ്ടമാണോ? വായിക്കാനാ? അല്ല, വാർത്ത വായിക്കുന്ന ഇഷ്ടമാണോ? അല്ല. അതെ, എന്താ പിന്നെ വായിച്ചു? +1 ഏകജാലക പ്രവേശനം, ഇതാണ് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ഹെഡ്ലൈൻ. ഒന്ന് വായിച്ചു നോക്കിയാലോ. എങ്ങനെയാണ് വാർത്ത വായിക്കുന്നത് അറിയാലോ. ഇപ്പൊ എന്നെ ബാൻഡ്രേക്ക് എന്ന് പറഞ്ഞു, കുറ്റം പറഞ്ഞു, ഞാൻ ഭീകരനാണെന്ന് പറഞ്ഞു. ഇതല്ല ലൈവ് കൊണ്ടിരിക്കുക, നാട്ടുകാർ കേട്ടോണ്ടിരിക്കുകയല്ലേ. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നെ കുറിച്ച്. എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞു. പാട്ടെല്ലാം അറിയാം, നല്ല വ്യക്തിയാണ്, അങ്ങനെ. അല്ല, അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞിട്ട്, അതായത് എന്നെ കുറിച്ച് നല്ല കാര്യം പറയണത് നല്ലതായിട്ട് പറയുന്നു പറഞ്ഞിട്ട് വിളിച്ചോണ്ട് കംപ്ലീറ്റ് ആക്ഷേപം. അപ്പൊ നമുക്ക് ആ വാർത്തയൊന്ന് വായിക്കണം, എന്നിട്ട് പോകത്തില്ല. ഇതാണ് പനിഷ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അത് നോക്കി കണ്ടുപിടിക്കുമല്ലോ അല്ലേ? ചെറുതായിട്ട്. പ്രായമായി. +1 ഏകജാല പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇന്നു മുതൽ. ഈ മാസം 20. ഇത് ലോട്ടറി വെക്കുന്ന പോലെ. ഈ മാസം 25 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. സഹായ കേന്ദ്രങ്ങൾ സജ്ജമാക്കി സർക്കാർ. ട്രയൽ അലോട്ട്മെന്റ് 29. ട്രയൽ അലോട്ട്മെന്റ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും. സീറ്റ് പ്രതിസന്ധി തുടങ്ങുമ്പോഴും തെക്കൻ കേരളത്തിലെ പല ജില്ലകളും ഒഴിഞ്ഞു കിടക്കുന്നത് നിരവധി സീറ്റുകൾ. സുമലതയുടെ ഒരു എനർജി അല്ലേ? അപ്പോ ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഞങ്ങൾ ഹെഡ്ലൈൻ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്ന സമയത്ത് അത് ഹെഡ്ലൈനും അപ്പുറത്തുള്ള വേറൊരു ഫോർമാറ്റിലുള്ള വാർത്തയായിട്ട് തീർന്നു. ഈ വാർത്ത എങ്ങനെ വായിക്കുന്ന വെച്ചാൽ ഈ പഞ്ചിൽ വായിക്കേണ്ട വാർത്തയാണ്. പ്രേക്ഷകരോട് ആലോചിച്ച് നോക്കി, ഇതായിരുന്നു വാർത്ത. നമ്മളോട് കൊണ്ട് വാർത്ത വായിപ്പിച്ചില്ലേ? +1 ഏകജാലക പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇന്ന് മുതൽ. ഈ മാസം 25 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കേന്ദ്ര സഹായ കേന്ദ്രങ്ങൾ സജ്ജമാക്കി സർക്കാർ. ട്രയൽ അലോട്ട്മെന്റ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും. മലബാറിൽ സീറ്റ് പ്രതിസന്ധി തുടരുമ്പോഴും തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും ഒഴിഞ്ഞു കിടക്കുന്നത് നിരവധി സീറ്റുകൾ. വായിക്കേണ്ട സാധനം നമ്മൾ കോമഡിയാക്കി. എന്ത് കഴിക്കുന്നേ? എന്ത് ഭക്ഷണം? എനർജിയുടെ കാര്യം പറയാനായിരിക്കും. രാവിലെ ശരിക്കും പറഞ്ഞ ഒരു ഗ്രീൻ ടീ, ആ ഗ്രീൻ ടീക്കൊപ്പം കുറച്ച് തേൻ ഒഴിക്കും. ഇതും കഴിച്ചുകൊണ്ടാണ് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ 3 മണിക്കൂർ ഈ പരിപാടിയാണ്. അതിനിടയ്ക്ക് കൊലപാതകം വരും, അതിനിടയ്ക്ക് എന്താണ് പീഡന വാർത്ത വരും, പിന്നെ വലിയ അവാർഡ് കിട്ടിയ വാർത്ത വരും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇതൊന്നും അറിയണ്ടല്ലോ. സിനിമ അഭിനയിച്ചാ പോരെ? അത്ര ചെറിയ കാര്യമല്ല സിനിമാഭിനയം. അതും കൂടി ചെയ്യുന്ന നമ്മളെ കൊണ്ട് വാർത്ത വായിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഹെഡ്ലൈനിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പിനെ അറിയേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു അനുഭവം എന്താ? ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ മൊത്തത്തിൽ ജോളിയായിരിക്കുമല്ലോ ഈ 110 ദിവസം ഈ ടീമാണെങ്കിൽ. എനിക്ക് സന്തോഷം വെള്ളത്തിൽ വീണ് ചാവാതെ ഞാൻ രക്ഷപ്പെട്ടത്. സിനിമ കാണാൻ ചെറിയ വെള്ളത്തിലൊക്കെ മുക്കി കൊല്ലാനൊക്കെ ശ്രമിച്ചിരുന്നു സുമലതേനെ, പക്ഷേ രക്ഷപ്പെട്ടു. സിനിമ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇന്ന്. ലൊക്കേഷൻ എവിടെയായിരുന്നു? കാസർഗോഡ് ഭാഗമാണ്. ആ ഭാഗമാണ്. ഡെയിലി വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു അറേഞ്ച്മെന്റ് അല്ല അങ്ങനെയല്ല, തൊട്ടടുത്ത നാട്ടുകാരാണ്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാം. ഞങ്ങള് അത്ര ദൂരത്ത് തന്നെയാണ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ഫൺ ടൈം ആയിരുന്നു. പിന്നെ ഇത് ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞു ചിത്ര, അതായത് ആരുടെ ഒരു കാര്യത്തിൽ ചോദ്യം എന്നോട് ചോദിക്കണേന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാ മേജർ ഞാനില്ല. ഇത് കട്ട് ചെയ്യോ? ലൈവായിട്ട്
അല്ല അത് ഞാൻ എന്റെ മോനോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ അരുണേട്ടൻ വന്ന് കേട്ടതാണ്, പ്രേക്ഷകരെ പ്രിയ സുഹൃത്തുക്കളെ കേട്ടതാണ്. അപ്പൊ അരുണേട്ടൻ എന്നോട് പറഞ്ഞു വാർത്തകളിലെ സത്യങ്ങളിലേക്ക് ഇനി കടക്കാം. അപ്പോ ഞാൻ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തികച്ച അവിചാരിതമായി അരുണേട്ടൻ എന്റെ പിന്നിൽ വന്ന് നിന്ന് ഇത് കേൾക്കുകയും ആ സത്യത്തെ പച്ച കള്ളസത്യമായി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് മിസ്റ്റർ അരുണേട്ടൻ. വീണ്ടും ആക്ഷേപിച്ചു. എന്നാലും കുഴപ്പമില്ല. ചിത്ര, എന്താണ് മേജർ? എനിക്ക് ധാരാളം ആളുകൾ ആ സിനിമയ്ക്ക് ശേഷം ചിത്രയെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് ഇന്നലെ അല്ല എന്റെ ഫ്രണ്ട്സും അങ്ങനെയല്ല, നമ്പർ അറിയില്ലായിരിക്കും, മെസ്സേജ് ഒക്കെ ഇങ്ങനെ അറിയാത്തവർ. പക്ഷെ ഈ ഫിലിം ഫീൽഡിൽ നിന്ന് മേജർ രവി സാർ എന്നെ ഇന്നലെ വിളിച്ചു. ഇന്നലെ വിളിച്ചിട്ട് എന്നെ, അതായത് ഈ സിനിമയ്ക്ക് പുറത്തു നിന്ന് ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആൾ വിളിക്കുന്നത് മേജർ രവി ആണോ? എന്നാ താൻ കേസ് കഴിഞ്ഞപ്പോ നമ്മൾ അന്തൃതിമാന്റെ ഡയറക്ടർ ശിവേട്ടൻ എന്നെ ഫസ്റ്റ് കോള്, സിനിമ റിലീസ് ആയതിന്റെ ഫസ്റ്റ് കോള് അന്തൃതിമാനിലെ ഡയറക്ടർ ശിവൻ ചേട്ടനായിരുന്നു നമ്മുടെ നാട്ടിലത്തെ. അതിനുശേഷം ഇങ്ങനെ സെലിബ്രിറ്റി ലെവലിലുള്ളവരല്ല എന്നെ വിളിച്ചേ, കുറെ ആൾക്കാർ വിളിച്ചു, മെസ്സേജ് അയച്ചു. പക്ഷെ ഈ ഫിലിം ഫീൽഡിൽ തന്നെ ഇപ്പൊ ഇന്നലെ വിളിച്ചത് മേജർ രവി സാർ എന്നെ വിളിച്ച് പിന്നെ ആശംസകൾ മോളെ എന്നെല്ലാം പറഞ്ഞപ്പോ ഒന്നും കൂടി ഹാർട്ട് ബീറ്റ്. അതുപോലെ നമ്മുടെ ഷുക്കൂർ വക്കീലില്ലേ, അങ്ങനെ വിളിച്ചു, അതെല്ലാം ഭയങ്കര സന്തോഷമായി. അത് സന്തോഷം. ഇനി അങ്ങോട്ട് കോളിന്റെ കോളായിരിക്കും കേട്ടോ. ഇനിയിപ്പോ 10 മണിക്ക് സിനിമ തുടങ്ങിയാൽ 12:30 സിനിമ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞീഷ് മാഷ് വിളിച്ചു. ഞാൻ ഏത് സിനിമ ആദ്യം കണ്ടു, ഞാൻ നിങ്ങൾ ആദ്യം എന്റെ സിനിമ കണ്ടിട്ട് നിങ്ങളെ സിനിമ ഉണ്ടാതി പറഞ്ഞു. 2 സിനിമ കുഞ്ഞീഷ് മാഷ് വേറെ സിനിമ ഗുരുവായൂരമ്പലം രണ്ടും ഉണ്ട്. കുഞ്ഞീഷ് മാഷ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ ഈ സിനിമയിൽ? ഈ സിനിമയിലില്ല. ഷുക്കൂർ വക്കീലുണ്ടോ? ഇല്ല. എന്താ താൻ കേസുകളിൽ കുഞ്ചാക്കോ ബോബൻ മാത്രം അതിഥി വേഷമായിട്ട്? അതെ, ഞങ്ങള് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ഭാഗം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. കുഴുമൽ രാജീവൻ തന്നെ ഞങ്ങളൊന്ന് സഹായിക്കാനായിട്ട് വരും. ഈ നേരത്തെ ഞാൻ എവിടെയോ രാജേഷ് പറഞ്ഞത് വായിച്ചു, ഈ പലപ്പോഴും ഒരു ബോഡി ഷെയ്മിങ്ങിന് വിധേയമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് പലർക്കും തോന്നുമല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോയുടെ സംഭവങ്ങളോ മസിൽസ് ഇതൊന്നും ഇല്ലല്ലോ. ഇത് പക്ഷെ വേറൊരു ജോണറാണല്ലോ നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അങ്ങനെയുള്ള കോൺഫിഡൻസ് കുറവുള്ള കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പം പക്ഷെ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഫഹദ് ഫാസിൽ വന്നപ്പോഴാണ് ഇതിന്റെ അനുഗ്രഹം മനസ്സിലായത്. അതെ അല്ലേ? ഫഹദ് ഫാസിൽ ഈ വേഷം കൊണ്ട് രംഗണ്ണനൊക്കെ ആയിട്ട് ആൾക്കാർ കണ്ടതാ ഈ രൂപം. അതെ, ആ രൂപമുണ്ട്. അപ്പോൾ രാജേഷ്, അങ്ങനെ എപ്പോഴെങ്കിലും ഈ നമ്മുടെ ശരീരം ഈ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമാകുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാനങ്ങനെ എൻ്റെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പിന്നെ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. എനിക്ക് അങ്ങനെ പിന്നെ വലിയ പ്രശ്നമൊന്നും. മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ ഇരിക്കുന്ന മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഇത് ഒന്ന് വളരെ ഹെൽത്തിയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വളരെ ഫ്ലെക്സിബിൾ ആണ്, വേറെ ആശങ്കയൊന്നുമില്ല അല്ലേ? സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട് അല്ലേ? സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. സീരിയസ് ക്യാരക്ടർ ഇനി വരും എന്ന് വിചാരിക്കുന്നു. 2 പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമായിരിക്കും. ഓക്കെ. അപ്പം ഏത് റോളും നമുക്ക് വഴങ്ങും എന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മളുടെ ഈ സൂപ്പർ ഹീറോ ഇമേജ് ലുക്കുകളൊന്നും ഒരു പ്രശ്നമല്ല. ഒരുപാട് പുതിയ താരങ്ങൾ വരുന്നുണ്ട്, അവർക്കൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലും ഉണ്ട് അല്ലേ? ഈ പണ്ട് മുതലേ തന്നെ ഈ തമാശ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല, ഞാൻ അത്ര, എനിക്ക് തോന്നുന്നത് ഞാൻ റിയൽ ലൈഫിൽ അത്ര തമാശക്കാരനല്ല എന്നാണ്. അല്ലേ? അല്ല ഭയങ്കര അല്ല, കുറച്ചൊക്കെ പിന്നെ പക്ഷെ വളരെ വളരെ കൂളാണ്, വളരെ കൂളായിട്ട് അല്ലേ? അപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്, സുദിനം എന്ന് നമുക്ക് പറയാം. ഇവർ രണ്ടുപേരും നായികമാരായിട്ട് എത്തുന്ന ഒരു സിനിമ നിങ്ങളുടെ തിയേറ്ററുകളിൽ, തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. നിതീഷിന്റെ മനോഹരമായ, ഒരുപക്ഷെ എന്നാത്തൻ കേസ് കൂടുതലിന് ശേഷം അത്ര എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ നിങ്ങൾ കാണുക. ആ